അവന്മാർ പൊട്ടിക്കരഞ്ഞത്രേ. സമരക്കാരുടെ തലക്കിട്ട് പൊട്ടിച്ചത് ഒരു തെറ്റാണെന്ന് ഇവന്മാർക്ക് മനസ്സിലായത് ഇപ്പോഴാണെന്നത്രേ. കുറച്ചധികം ആലപ്പുഴയിലെ പിള്ളേരെ തള്ളിയതായിട്ട് പറയാനായിട്ടുണ്ട്. ആ വാർത്ത നിങ്ങളൊന്ന് കേൾക്ക്. എന്നിട്ട് ഒരുമിച്ച് ഇവന്മാരെ പറ്റിയും ഇവന്മാരുടെ ബോസിനെ പറ്റിയും ബോസിൻ്റെ ബോസിനെ പറ്റിയും ബോസിൻ്റെ ബോസിനെ പറ്റിയും പറയാനുണ്ട്. ഒരുമിച്ച് പറയാം, ഒന്ന് കേട്ടിട്ട് വാ. പൊട്ടിക്കരഞ്ഞ് ഗ്രേഡ് SIമാർ രക്ഷാപ്രവർത്തനം അന്വേഷിക്കുന്ന SITക്ക് മുന്നിലായിരുന്നു കരഞ്ഞുകൊണ്ടുള്ള മൊഴി. SIമാരായ ഗിരീഷും ശ്രീകാന്തുമാണ് ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകിയത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്ന് SIമാർ പറയുന്നു. അരുൺകുമാറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അരുൺ, ഈ തിരുത്തലിൽ ഉന്നത ഇടപെടൽ, അത് അജിത് കുമാറിന്റെ ഓഫീസ് വരെ അന്വേഷണം എത്തി. അതിലാണ് ഈ സ്വാഭാവികമായും ഇതിനൊപ്പം നിന്ന ആളുകളായി തന്നെയാണല്ലോ ഇവരും പരിഗണിക്കപ്പെടുക. അതിൽ സമ്മർദ്ദം കൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതാണോ ഉദ്യോഗസ്ഥർ ഈ SIമാർ നൽകിയിരിക്കുന്ന മൊഴി? എന്താണ് വിവരം അരുൺ? രക്ഷാപ്രവർത്തനമെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ച ആലപ്പുഴത്തെ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ ആദ്യ റിപ്പോർട്ട് തിരുത്തിയെന്ന വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ വിശദമായ അന്വേഷണം നടന്നിരുന്നു. അന്ന് തന്നെ ആ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് MR അജിത് കുമാറിൻ്റെ ഓഫീസിൽ വിശ്വസ്തരായി ജോലി ചെയ്തിരുന്ന CIമാരുണ്ടായിരുന്നു. 2 ഗ്രേഡ് SIമാർ, പ്രത്യേകിച്ചും ഈ PR-ഉം അതുപോലെ തന്നെ കേസ് ഡയറികളും പരിശോധിച്ച് MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ആ പറയുന്ന റിപ്പോർട്ടുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന ജോലികൾ ആ വർഷങ്ങളെല്ലാം അദ്ദേഹം ചുമതലയേറ്റിരുന്ന വർഷങ്ങളെല്ലാം ചെയ്തിരുന്നത് ഈ 2 ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷം ഇവർ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൻ്റെ ഭാഗമായി ശ്രീകാന്ത് തിരിച്ചുപോയെങ്കിലും ഗിരീഷ് ഇപ്പോഴും SITയുടെ ഭാഗമായി തുടരുകയാണ്. ഈ 2 പേരെയും മിനിങ്ങാന്നാണ് SP ഷൗക്കത്തിലൂടെ നേതൃത്വമുള്ള SIT സംഘം രാവിലെ 10:15 മുതൽ രാത്രി 10:30 മണി വരെ ചോദ്യം ചെയ്തത്. എന്നാലും ചോദ്യം ചെയ്യലിൻ്റെ തുടക്കത്തിൽ തന്നെ ഗിരീഷ് ഇക്കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന്. ശ്രീകാന്ത് ഒരു പ്രതിരോധം തീർത്തുവെങ്കിലും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 2 പേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റു വന്നിട്ടില്ല, ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും ADGP അറിഞ്ഞിരുന്നു, അതിൻ്റെ ഭാഗമായി നിർദ്ദേശം നൽകിയത് പ്രകാരമുള്ള മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയത്, അത് നിയമപരമായി തെറ്റുണ്ടെന്ന് അന്ന് തോന്നിയില്ല തുടങ്ങിയ വിശദീകരണങ്ങളാണ് അവർ നൽകിയത്. എന്തായാലും ആ SIമാർ ഒരു മാപ്പ് സാക്ഷിയാകുന്നത് പോലെയുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇന്ന് ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് SIT റിപ്പോർട്ട് നൽകുമെന്ന് രണ്ടാമത്തെ റിപ്പോർട്ട്. ആ രണ്ടാമത്തെ റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് മാറി എന്ന കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇവന്മാർക്ക് നിയമപരമായിട്ട് തെറ്റുണ്ടായെന്ന് അന്ന് തോന്നിയില്ല എന്ന്. പിന്നെ വഴിയിലിട്ടിട്ട് പാവപ്പെട്ടവൻ്റെ തല തല്ലുന്നത്, അതായത് പോലീസുകാരൻ ലാത്തി വെച്ച് തലക്കിട്ട് പൊട്ടിക്കുന്നത് തെറ്റല്ല ഇവന്മാർക്ക് തോന്നിയില്ല. പിന്നെ എന്നാതെങ്കിൽ ഇവന്മാർക്ക് തെറ്റാന്ന് തോന്നണ്ടേ? എന്താ ഇവന്മാർക്ക് തെറ്റാന്ന് തോന്നുന്നത്? പോലീസെന്ന് വെച്ചാൽ നാട്ടുകാരെ മൊത്തം തല്ലാനാണോ? ഗവൺമെൻറ്റെന്ന് വെച്ചാൽ നാട്ടുകാരെ മൊത്തം തല്ലാനാണോ? ഇവന്മാർ വലിയൊരു അധോലോകത്തിൻ്റെ ഭാഗമായിരുന്നു. ഏത് അധോലോകമായിരുന്നറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ, P ശശി, MR അജിത് കുമാർ, പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ. ഈ കേരള പോലീസിനെ കഴിഞ്ഞ 5 വർഷം ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിണറായി വിജയൻ, ശശി, MR, കുറച്ച് പോലീസുകാർ. ഈ ബെൽറ്റ് ഇവന്മാരുടെ തോന്നിയമാസമായിരുന്നു. പിന്നെ തല തല്ലിപ്പൊളിച്ചപ്പോൾ ഇവന്മാർക്ക് തോന്നില്ല, കുറ്റം തോന്നില്ല. ഇവന്മാർ ഓർത്ത് തന്നെ ഇവിടെ ഈ ഭരണം അങ്ങ് തുടരും, തോന്നിയമാസം അങ്ങ് കാണിക്കാം. തല തല്ലിപ്പൊളിച്ചതിന് മറ്റേ സർട്ടിഫിക്കറ്റും മെഡലും കിട്ടും. നാളെ തൊട്ട് അസംബ്ലിയിൽ ഇരിക്കുന്ന പോലെ കേരള പോലീസ് വന്ന് ഇങ്ങനെ നിന്നിട്ട് അഭിമാനം കൊണ്ട് പോകാമെന്നങ്ങാണ്ട് അവന്മാർ ഓർത്തെ. തല തല്ലിപ്പൊളിച്ചപ്പോൾ നീയൊക്കെ ഓർക്കണമായിരുന്നു, ഇപ്പം കരഞ്ഞെന്ന്. എന്തായാലും ഒരു സംഭവം ഉണ്ടായി. ആശാമാർ പയ്യെ കൈ കഴുകി, പണി പോകുമെന്ന് തോന്നിയോണ്ടായിരിക്കും. കൈ കഴുകി അടുത്തായിട്ട് തലക്കിട്ട് കൊടുത്തു. ആട്ടെയാ അജിത് കുമാറിൻ്റെ തലക്കിട്ട് കൊടുത്തു. അജിത് കുമാറിനെയും തലകൃഷി ആരുടെ തലക്കിട്ട് കൊടുക്കും? P ശശിയുടെ തലക്കിട്ട് കൊടുക്കും. അവിടുന്ന് അദ്ദേഹം വെള്ളി ആൾക്കിട്ട് കൊടുക്കുമോ വിജയനിട്ട് കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പണിയുണ്ടല്ലോ, കേരളം കണ്ട ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള അടി അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ടുള്ള മർദ്ദനങ്ങളിലൊന്നായിരുന്നു ആലപ്പുഴ നടന്നത്. ആ AD തോമസിനോട്ടൊക്കെ അടിച്ച്. എന്തായാലും AD തോമസ് MLA ആയില്ലേ? AD തോമസ് MLA ആയില്ലേ? ഇവന്മാരുടെ അടി കൊണ്ടാണ് ഈ ധാർഷ്ട്യം പിണറായി വിജയൻ്റെ ഇത്രയും ഈ പറയുന്ന ഹേറ്റ് വരാനുള്ള കാര്യങ്ങളിലൊന്നും അതായിരുന്നു. അന്ന് അദ്ദേഹത്തെ വിളിച്ച് ആ സംഭവത്തെ വിളിച്ച് രക്ഷാപ്രവർത്തനം. പിന്നെ തലക്കെട്ട് പൊട്ടിച്ചിട്ടല്ലേ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്നത്? പാവപ്പെട്ട പിള്ളേരെ തലക്കെട്ട് പൊട്ടിച്ചിട്ടാണോ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്നത്? ഇപ്പോൾ എന്താ പറ്റിയേ? കൈ കഴുകിയില്ലേ? പിന്നെ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്തെ 2 പേരിപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SITയുടെ ഭാഗമാണ്. അതായത് MR അജിത് കുമാറിൻ്റെ ഏറ്റവും വിശ്വസ്തരാണ് ഈ 2 പേര്. അവരെ എന്തിനാ ആ കേസ്? പിന്നെ MR അജിത് കുമാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന ഉദ്യോഗസ്ഥരുമാണ്. തീർന്നോ സംഭവം? തീർന്നോ? കളി വിട്ടു പോയോ? കൈവിട്ട് പോയില്ലേ? ഇതാണ് സംഭവം.
ഈ കേസ് ഇവിടെ ഒന്നും തീരുന്ന ഒരു കേസല്ല. എനിക്കെന്നാ ഈ സാധാരണ ഇതുപോലത്തെ കേസുകളൊക്കെ ഉണ്ടല്ലോ, വല്ലവനും വന്ന് തല്ലു കൊണ്ടിട്ട് പോവും, ഈ ഭരണം വന്നു കഴിയുമ്പോൾ ഈ കേസുകളൊക്കെ മറക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ഈ സംഭവത്തിന് ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും വെല്ലോൻ്റെ ദേഹത്ത് കൈവെക്കും, ഈ ഭരണത്തിനാണെങ്കിലും കേട്ടോ. ഇപ്പോൾ ഈ UDF ഭരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വെല്ലോൻ്റെ ദേഹത്ത് വെല്ലവനും ഒക്കെ കൈവെക്കാൻ പോകുന്ന സമയത്ത് ഇവനൊക്കെ ഓർക്കണം നാളെ ഭരണം മാറുമെന്ന്. സമരമാണ്, തല്ലണ്ട വരും, വഴിയിലാണ്, വഴിയിലൊക്കെ നിൽക്കുമ്പോൾ ലാത്തിച്ചാർജൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ബ്രൂട്ടലായിട്ട് പ്രവർത്തിച്ചാൽ പേരെഴുതി വെച്ചിട്ട് പണി കിട്ടും. പേരെഴുതി വെച്ചിട്ട് പണി കിട്ടുന്ന സംഭവമാണ് ഇപ്പം കിട്ടുന്നത്. അത് കഴിഞ്ഞും ഇവന്മാർ ഈ ഇലക്ഷൻ സമയത്ത് പോലും ഇവന്മാർക്കെതിരെ പോസ്റ്റ് ഇടുന്നവർക്കെതിരെ ഇവന്മാർ പ്രതിരോധമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഇവന്മാർ കണ്ടമാനം വെറുപ്പിച്ചു. ഈ ഭരണം ഒരിക്കലും വീഴില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ഞങ്ങളായിരിക്കും ഇനി ആയുഷ്കാലം മൊത്തം ഭരിക്കുക എന്നുള്ള തോന്നൽ. ആ തോന്നൽ വെച്ചിട്ടാണ് ഇവന്മാർ കടന്ന് വിരകിയതും അങ്ങനെ കേരളത്തെ അങ്ങ് ഉണ്ടാക്കി കളയാവുന്നത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഞങ്ങൾ കുറച്ച് പേരും, ഞാൻ, MR അജിത് കുമാർ, V ശശി, പിണറായി വിജയൻ, ഞങ്ങളൊരു ബെൽറ്റാണല്ലോ, ആ ബെൽറ്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിചാരിച്ചത്. ആ അഹങ്കാരവും ധാർഷ്ട്യവും അങ്ങ് തീർന്നില്ലേ? അതിനുള്ള മറുപടി കിട്ടിയില്ലേ?